എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് നമ്മുടെ കേരള പോലീസിനെ കുറിച്ചുള്ള ഒരു ചില വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി, വളരെ മോശമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് നല്ല രീതിയിൽ മനസ്സാക്ഷിയോട് ജോലി ചെയ്യുന്ന ഒത്തിരി പോലീസ് ഓഫീസേഴ്സും സഹപ്രവർത്തകരും നമ്മുടെ സേനയ്ക്കുണ്ട്. അതിൽ നമ്മൾ തൃപ്തരുമാണ്. ശരിക്ക് അവർ അർഹിക്കുന്ന റെസ്റ്റ് വരെ കിട്ടാതെ എപ്പോഴും തിരക്ക് പിടിച്ച അസൈൻമെൻറ്റുമായി അവർ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. നിങ്ങൾക്കറിയാം, പോലീസ് സേനയിൽ ആവശ്യത്തിനുള്ള സേനാബലമില്ല. അതിനുള്ള ആൾക്കാരെ അവരെടുക്കുന്നുമില്ല. ഒത്തിരി ടെസ്റ്റൊക്കെ പാസ്സായി ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷെ ഗവൺമെൻറ് അതിൽ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ മന്ത്രിസഭയ്ക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഇതിന് വലിയ പ്രാതിനിധ്യമൊന്നും കൊടുക്കുന്നില്ല. അവരാകെ ചെയ്യുന്നത് വളരെ പരിമിതമായ പോലീസ് സേനയാണ് ഉള്ളതെങ്കിലും അവരുടെ മാമാങ്കത്തിനും അവരുടെ വാർഷികത്തിനും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളും ഇവരെ ഉപയോഗിക്കുന്നു. അവരെ ശരിയായ സ്ഥാനത്ത് എത്തിച്ച് അവർ ചെയ്യേണ്ട ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ മന്ത്രിസഭ ഉണ്ടാക്കുന്നുമില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഇവരുടെ ഈ മന്ത്രിസഭയുടെ ആഘോഷം തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ട്രാഫിക് ഓൾറെഡി ഇപ്പോൾ കൂടിക്കഴിഞ്ഞു. വളരെ മോശമായുള്ളതാണ്. കാരണം ഇവരെ കണ്ടെത്താൻ, ഇവരെ ട്രേസ് ചെയ്യാനുള്ളൊരു അംഗസംഖ്യയില്ല. കാര്യം അവർ വേറെ അസൈൻമെൻറ്റ് കൊടുത്ത് അവർ ആ ഡ്യൂട്ടിയിൽ വ്യാപൃതരാണ്. അപ്പോൾ ശരിക്കുള്ള അത്യാവശ്യം ചെയ്യേണ്ട ജോലിക്കുള്ള അംഗസംഖ്യ ഇല്ലാതായി. ഈ സേനയിൽ തന്നെ കുറച്ച് കുഴിത്തുരുമ്പുകളുണ്ട്. വളരെ മോശം പിടിച്ച, വളരെ ഈ സേനയെ തകർത്ത് നാണം കെട്ടുന്ന രീതിയിലുള്ള ചില അലവലാദികൾ പോലീസ് സേനയിൽ കടന്നുകൂട്ടിയിട്ടുണ്ട്. വഴി നിൽക്കുന്നവരെ തല്ലുക, ബസ് കാത്തിരിക്കുന്നവരെ തല്ലുക, കുടിച്ച് മദ്യപന്മാരായി പെട്രോളിങ്ങിന് പോയി നാട്ടുകാർ പിടിച്ചു വയ്ക്കുക. ഇത്ര അലവലാതിത്തരം കാണിക്കുന്ന ഒരു ചില പോലീസുകാർ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ അവരെ ഡീമോറലൈസ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടാക്കുക. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിന് പോലീസുകാർക്കതൊരു കളങ്കം വരുത്തിച്ച് വയ്ക്കുകയാണ്. ഇവന്മാർക്ക് ഈ രാഷ്ട്രീയക്കാരുടെ മൊത്തം സപ്പോർട്ടാണ്. രാഷ്ട്രീയ സപ്പോർട്ട് ഇല്ലാത്തവർ അവർ രാത്രിയും പിള്ളേർന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ഇനി ഏറ്റവും വലിയൊരു അപകടം പതിയിരിക്കുന്നത്, മയക്കുമരുന്നിനെക്കുറിച്ച് ആരെങ്കിലും ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അതീവ രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ് നിയമം. ബട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്ന ഒരു മോശമായൊരു സംവിധാനം, മയക്കുമരുന്ന് ലോബികളായിട്ട് ബന്ധമുള്ള പോലീസുകാരുണ്ട്, ഓഫീസേഴ്സുണ്ട്. അവരുടെ അടുക്കലാണ് ആരെങ്കിലും ഫോൺ വിളിച്ച് ഇങ്ങനെ മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അറിവ് കൊടുത്താൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആ മയക്കുമരുന്ന് സംഘത്തിൽ വിളിച്ച് അവരൊന്ന് ഇന്ന ഫോൺ വന്ന് ഇന്നയാളാണ് വിളിച്ചതെന്ന് പറഞ്ഞു ഈ സംഘം അവിടെ ചെന്ന് അവരെ തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതൊരു നിത്യസംഭവമായി മാറി. അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവർ ഒന്നും അറിയാത്ത യൂദാസിൻ്റെ റോളാണ് എടുക്കുന്നത്. ഇത്ര മോശമായ ചില അലവലാദികൾ ഈ സേനയ്ക്കുണ്ട്. വളരെ നാണക്കേടാണ്. ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇവൻ കള്ളുപടിക്കും, ഇവൻ കമ്മീഷനും വാങ്ങും, മയക്കുമരുന്ന് ലോബിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം ഇവന് പോലീസിൻ്റെ യൂണിഫോം ഉണ്ടല്ലോ, തൊപ്പിയും യൂണിഫോമിൻ്റെ ഒപ്പം എന്ത് തോന്നിയാസത്രം കാണിക്കാമല്ലോ. ഇതിൽ പെടുന്നത് പാവം പിടിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരാണ്.
അവരെ ഇവർ വകവയ്ക്കില്ല. കാരണം ഇവർക്ക് ഈ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ പിന്തുണയുണ്ട്. ഇത് മാക്സിമം പോയാൽ ഇവന് കിട്ടുന്നത് എന്താണ്? ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ. ദയവ് ചെയ്ത് ഈ പോലീസ് സീനിയർ ഓഫീസേഴ്സിനോട് പറയാണ്, ഇങ്ങനെയുള്ള അലവലാദികളെ ഓൺ ദ സ്പോട്ട് ടെർമിനേറ്റ് ചെയ്യുക. അങ്ങനെ വയ്ക്കാൻ പാടില്ല. അങ്ങനൊരു നിയമം ഉണ്ടാകുമോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു നിയമം, അങ്ങനെയുള്ളൊരു റെസൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പാസ്സാക്കി ഇങ്ങനെ വരുന്ന ഈ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് പോകുക, മദ്യപിച്ച് പെട്രോളിംഗ് നടത്തുക, രഹസ്യമായി വിവരം തരുന്നവരെ ചോർത്തി അവർക്ക് ഒറ്റ കൊടുക്കുക. ഇങ്ങനെ ഇത് തുടർന്നാൽ, ഇതിനൊരവസാനം കണ്ടെത്തിയില്ലെങ്കിൽ നാളെ ഈ സേനയ്ക്ക് യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെ മോശമായ ഒരു രീതിയിൽ പോലീസ് സേന താഴ്ന്നു പോകും. എല്ലായ്പ്പോഴും ഈ ഭരണം എല്ലാവരുടെ കയ്യിലും ഇരിക്കില്ല. ഭരണം മാറിയും തിരിഞ്ഞും വരും. എന്തോ രണ്ടാമതൊരു ഭരണം കിട്ടിയെന്ന് വിചാരിച്ച് ഇനി മൂന്നാമതും ഇവർ തന്നെ വരുമെന്ന് ആർക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് പോലീസ് ഓഫീസറിനോട് പറയുന്നത്, വൃത്തികേട് കാണിക്കുന്ന പോലീസ് അവൻ നിങ്ങളുടെ ദിനങ്ങൾ എപ്പോഴും ഇതുപോലെ പോയില്ല. ഒരിക്കൽ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾ ചെയ്ത സത്യപ്രതിജ്ഞയ്ക്ക് ഘടകവിരുദ്ധമായാണ് നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശമ്പളവും ഉണ്ട്, ഇപ്പോഴത്തെ കിമ്പളവും ഉണ്ട്. നിങ്ങൾ തകർക്കുന്നത്, നിങ്ങൾ തരിപ്പണമാക്കുന്ന ഒരു ജനതയാണ്. നിങ്ങൾ മയക്കുമരുന്ന് ലോബികൾക്ക് കൂട്ടാകുന്നു, ഗുണ്ടകൾക്ക് കൂട്ടാകുന്നു, നിങ്ങളെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു. പക്ഷേ നിങ്ങൾ മൂലം ഈ വേദന അനുഭവിക്കുന്നത് സിൻസിയറായി രാത്രിയും പകലും ജോലി ചെയ്യുന്ന മറ്റു സേനാംഗങ്ങളാണ്. അവരെ നിങ്ങൾ ഡീമോറലൈസ് ചെയ്യാതിരിക്കുക. ഇതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാണ്, നിങ്ങൾ കഴിയുന്നതും ഈ പോലീസുകാരെ കൂടുതൽ അനാവശ്യമായ ഡ്യൂട്ടിയിൽ ഉപയോഗിക്കാതിരിക്കുക. അവർക്ക് പിടിപ്പത് പണിയുണ്ട്. അവരുടെ ജോലിക്ക് വിടുക. അതിലൂടെ കുറച്ചെങ്കിലും ക്രമസമാധാനം അവർക്ക് നിലനിർത്താൻ സാധിക്കും. ഇനി ഒരു മാസം നിങ്ങളുടെ മാമാങ്കമാണ്. നിങ്ങൾക്ക് പോലീസുകാരെ നിങ്ങളുടെ ഹോർഡിങ്ങിന് എല്ലാത്തിനും ആളെ കൂട്ടാനും, ഇനിയിപ്പോൾ നിങ്ങളുടെ ചില യോഗങ്ങൾ ആരും കാണാനില്ല. അതിനിപ്പോൾ ഇവരെ തന്നെ പോലീസുകാരെ തന്നെ മഫ്തി ഡ്രസ്സിൽ അവിടെ ഇരുത്തി ആളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതൊക്കെ പലതും ചെയ്യേണ്ടി വരും. പക്ഷെ എങ്കിലും എന്തിനാണ് ഇങ്ങനെ ജനത്തെ ഉപദ്രവിക്കുന്നത്? അതുപോലെ നിങ്ങളുടെ പോലീസുകാരോട് പറയും, ഒറ്റ കൊടുക്കുന്ന സമ്പ്രദായം ഒന്ന് നിർത്തിവെക്കാൻ പറയുക. ഇപ്പോൾ നിങ്ങൾ മൂലം നിങ്ങൾ ഈ 30 ദിവസം നിങ്ങളുടെ ഈ മാമാങ്കത്തിന് 30 ദിവസം ഇവിടെ ടോൾ ഫ്രീ ആക്കി വിട്ടു. നിങ്ങൾ ഏത് മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരാം. കാരണം അവരെ കണ്ടുപിടിക്കാനുള്ള പോലീസുകാരില്ല. നല്ല കഴിവുള്ള പോലീസുകാരെ നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് മാറ്റി അവരെ ഇന്നാക്റ്റീവ് ആക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇതും ബിസിനസ്സാണല്ലോ. സോ ഒന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ഭരണകൂടത്തിനോട് കുറച്ച് മനസ്സാക്ഷി കാണിക്കുക. പബ്ലിക്കിനെ വഞ്ചിക്കാതിരിക്കുക. ജോലി ചെയ്യുന്ന പോലീസുകാരെ അവരാ രീതി കാണുക. ക്രമക്കേട് കാണിക്കുന്ന പോലീസുകാരനെ ഓൺ ദ സ്പോട്ട് തന്നെ ഡിസ്മിസ് ചെയ്യുക. പിന്നെ മേലാൽ അവൻ എടുക്കാൻ പാടില്ല. അതിന് റെഗുലേഷൻ ഉണ്ടാക്കുക, റൂൾസ് ഉണ്ടാക്കുക. നിങ്ങൾ അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ.